ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് ഒരു എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ശക്തനിൽ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി ഭാഗം വരുന്നത്. ഫുൾ ഫ്ലവേഴ്സാണ്, നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെ കറങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പെറ്റ് ഷോയാണ്. അതിങ്ങനെ കിളീനെ ഇങ്ങനെ കോലുകൊണ്ട് തട്ടുമ്പോൾ ഒറ്റകളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കും. അത് കാണാൻ നല്ല രസമായിരുന്നു. കുറച്ച് നേരം അത് നോക്കി നിന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോബോട്ടൊക്കെ, ഡോഗിൻ്റെ റോബോട്ടുകളില്ലേ, അതിൻ്റെ സെക്ഷനായിരുന്നു. അതും നല്ല രസമായിരുന്നു. ശരിക്കുള്ളൊരു ഡോഗ് എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൻ്റെ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ നമുക്കായാലും കുട്ടികൾക്കായാലും ഒരുപാട് സന്തോഷം തോന്നിക്കുന്ന കാര്യമാണ്. പക്ഷേ അടുത്ത സെക്ഷൻ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു കാര്യമാണ്. കാരണം വലിയ വലിയ വ്ളോഗേഴ്സൊക്കെ വന്ന് വ്ളോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തതിന് അവിടുത്തെ സെയിൽസ്മാൻ എന്നെ ഇറക്കി വിട്ടു. അങ്ങനെയൊന്നും ഫോട്ടോസുകളൊന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അത് നമ്മളിപ്പോൾ സാധാരണക്കാരാണല്ലോ, അത്രയും വലിയ വ്ളോഗേഴ്സൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സാരില്ല, പോട്ടെ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഇവിടെ ഒരു ചേട്ടൻ്റെ കളർ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ വിഷമമൊക്കെ അവിടെ തീർന്നു. പിന്നെ വിഷമം തീർന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് പാവ് ബജിയും മേടിച്ച് കഴിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാര്യം പറയാലോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ പാർക്കിലേക്കാണ് വന്നത്. കുറച്ച് നേരം അവിടെ മീനിങ് കണ്ട് കുറച്ച് നേരം കുറച്ച് റീൽസും വീഡിയോസുകളും ഫോട്ടോസുകളും ഒക്കെ എടുത്ത് അങ്ങനെ പാറിപ്പറന്ന് നടന്നു. പിന്നെ എന്താണ് അടുത്തത് ഞങ്ങൾ പോയത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ടെമ്പിളിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നടന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ആനക്കൊട്ടിയുള്ള കാര്യം അറിഞ്ഞത്. തൃശ്ശൂർക്കാർ എന്നെ കളിയാക്കും, ഇത്ര നാളായിട്ട് നിനക്കത് അറിയില്ലെന്ന് ചോദിച്ചിട്ട്. എനിക്കറിയില്ല ഗൈസ്, കാരണം ഞാൻ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്ന പരിപാടി വളരെ കുറവാണ്. ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത്. സുന്ദരക്കുട്ടൻ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ പോയി കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാൻ അമ്പലത്തിനകത്ത് കയറാറില്ല. ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങി നടക്കുന്നല്ലാണ്ട് അമ്പലത്തിനകത്തേക്ക് കയറാറില്ല. ഇത് പിന്നെ ഗ്രൗണ്ടിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അത് കണ്ടു. അവിടുന്ന് നേരെ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. നമ്മൾ ആ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണോടത്ത് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. ശരിക്കുള്ള ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു മസാല ദോശയ്ക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രീൻ പാർക്കിൽ ഒന്ന് കയറി നോക്കുക, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാം. അപ്പോൾ ഓക്കെ, അതോടെ ഞങ്ങളുടെ കറക്കം കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ, സീ യു.